ഹായ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കൊഴുവ ഫ്രൈയുമായിട്ടാണ്. 250 ഗ്രാം കൊഴുവയാണ് എടുത്തിരിക്കുന്നത്. ആ കൊഴുവയിലേക്ക് ഒരു തണ്ട് വേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത നത്തോലിയിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനനുസരിച്ച് മുളക് പൊടി. ഞങ്ങൾ ഇവിടെ ഇടുന്നത് 1 ടീസ്പൂൺ മുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒപ്പം 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. തൃശ്ശൂരിലാണ് കൊഴുവ എന്ന് പറയുന്നത്, തിരുവനന്തപുരത്ത് നത്തോലി എന്നാണ് പറയുന്നത്. ചെയ്ത് വെച്ച കൊഴുവ കുറച്ചു നേരത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കുക. എടുത്ത് പുറത്തേക്ക് വെക്കുക. പാൻ ചൂടാക്കി അതിൻ്റെത്തേക്ക് 6 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞങ്ങൾ ഇവിടെ ബ്രാൻ ഓയിലാണ് എടുക്കുന്നത്. അതിനുശേഷം നത്തോലി ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം അതൊന്ന് ഇളക്കി കൊടുക്കാം. മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് വീണ്ടും ഇളക്കി ഒന്ന് മറിച്ചിടുക. വീണ്ടും 3 മിനിറ്റ് കഴിഞ്ഞ് ഒന്നും കൂടി ഇളക്കുക. പതുക്കെ ഇളക്കുക, ഇല്ലെങ്കിൽ നത്തോലി പൊടിഞ്ഞു പോകും. ഒന്നും കൂടി ഇളക്കുക. ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ 2 മിനിറ്റത്തേക്ക് പാനിൽ തന്നെ വെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ. നല്ലവണ്ണം ക്രിസ്പി ആയാൽ നമുക്ക് സർവിങ് ഡിഷിലേക്ക് മാറ്റി സെർവ് ചെയ്യാം.